15 ആണ്ട് നീണ്ട തൃണമൂൽ ഭരണം അവസാനിപ്പിച്ച് ബംഗാളിൽ ബിജെപി അധികാരം പിടിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമാണ് ബിജെപി തരംഗത്തിൽ തോറ്റത്. ഈ തവണ അല്ലെങ്കിൽ അടുത്ത തവണ ബിജെപി എന്തായാലും പിടിക്കും ബംഗാൾ, അതിലൊരു സംശയമൊന്നുമില്ല. കാരണം വെച്ചാൽ ആൾ വോട്ട് ചെയ്തിൽ വോട്ടുണ്ടാക്കി പിടിക്കുക എന്നുള്ളതാണ് ബിജെപിയുടെ രീതി. SAR അതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ, വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ബംഗാൾ പോലൊരു സ്റ്റേറ്റിൽ ബിജെപി അധികാരത്തിൽ വന്നാൽ അസമിൽ വന്നതുപോലെ പോലും അല്ല. അസമിൽ നമുക്കറിയാം അസമിൽ എന്താണ് നടക്കുന്നതെന്ന്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആളുടെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ്, പൗരത്വം എടുത്തു കളയുന്നു, ആളുകളെ നാട് കടത്തുന്നു. ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ബംഗാളിൽ അതല്ല നടക്കാൻ പോകുന്നത്. ദാവൂദ് പറഞ്ഞ പൊളിറ്റിക്കൽ വയലൻസ് അല്ല അവിടെ നടക്കുക, കമ്മ്യൂണൽ വയലൻസ് ആണ്. എന്നിട്ട് ഇതുവരെ പൊളിറ്റിക്കൽ വയലൻസ് ആണ് ബംഗാളിൽ ഉണ്ടായിരുന്നത്. അത് ഏതാണ് പറയുക, BJP ആയിരുന്നപ്പോഴും കോൺഗ്രസ് ആയിരുന്നപ്പോഴും TMC ആയിരുന്നപ്പോഴും CPM ആയിരുന്നപ്പോഴും ഒക്കെ അവിടെ വയലൻസ് ഉണ്ട്. ആ വയലൻസ് അല്ല ഇനി വരാൻ പോകുന്നത്. ഇനി അത് കമ്മ്യൂണലായി മാറും. അത് വലിയ ഒരു വിപത്തിലേക്ക് ബംഗാളിനെ നയിക്കുന്നുള്ളതാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. മമതയ്ക്ക് ഒറ്റയ്ക്ക് തടയാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരു വീഡിയോ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പോകുന്ന ചോദ്യത്തിന് അവർ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ പോകുന്നു അവർ പറയുന്നുണ്ട്. അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു നൈറ്റ് മെയറാണ്. BJPക്ക് വലിയ നൈറ്റ് മെയറായി മാറാൻ പോവാണ്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മമതയെ അധികം ആക്രമിക്കുന്നത് രാഹുൽ ഗാന്ധി ബംഗാൾ കോൺഗ്രസിനോട് പറഞ്ഞു. ആ തോൽവിയിൽ സന്തോഷിക്കരുത്. ഭയങ്കരം തന്നെ. ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ സ്റ്റാലിൻ ഒന്നും മിണ്ടുന്നില്ല, കനിമൊഴി പറയുന്നു, അത് വളരെ സ്വാഭാവികമായൊരു കാര്യം പറയുന്നു. അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അതിശക്തമായി TVKയോടൊപ്പം നിൽക്കുന്നു. എന്തിനു വേണ്ടിയാണത്? ഒരു കാരണവശാലും ADMK BJPയോ അവിടെ ഒരു ഇതെടുക്കരുത്, ഒരു ബെനിഫിറ്റ് എടുക്കരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിന് പേരിലാണ്. അത് മനസ്സിലാക്കാത്ത ആളൊന്നും ആയിരിക്കില്ല സ്റ്റാലിൻ. കുട്ടി അപ്പോൾ മമതാ ബാനർജി ബംഗാൾ വിട്ട് ഇന്ത്യ സഖ്യത്തിനോട് അടുക്കുകയാണെന്ന് തന്നെ കരുതുക. അവരൊരു പൂർണ്ണ ഫുൾ സിംഗിൾ വരുന്നില്ല. അത് BJPക്ക് അത്ര വലിയ തിരിച്ചടിയാവുമെന്ന് അറിയാമോ? ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? അവർ ബംഗാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്, ബംഗാളിൽ നിന്നാലും പ്രശ്നമാണ്. അതായത് ഇന്ത്യ മുന്നണിയുമായി എങ്ങാനും മമതാ ബാനർജി അടുക്കുകയാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ അത് BJPക്ക് കൂടുതൽ പ്രശ്നമാണ്. ബംഗാളിൽ ഈ ന്യൂനപക്ഷ ജനസംഖ്യ അത്ര ചെറുതൊന്നുമല്ല എന്ന് മാത്രമല്ല, അവർ ഈ പൊളിറ്റിക്കൽ വയലൻസിൻ്റെ ഭാഗമായിട്ട് അവരും വയലൻസ് കാണിക്കുന്നവരാണ്. അവരും വയലൻസ് കാണിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അത് വളരെ ഭീതിതമായൊരു സിറ്റുവേഷനിലേക്ക് അതവിടെ കൊണ്ടുപോകും. അത് നോക്കി നിൽക്കും. പിന്നെ സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് സുവേന്ദു അധികാരി മറ്റൊരു ഹിമന്ത ബിശ്വ ശർമ്മ തീർച്ചയായിട്ടും ശ്രമിക്കും. കാരണം അയാൾക്ക് എന്ത് ചെയ്യണം? അയാൾക്ക് മോദിയെ പ്രീണിപ്പെടുത്തണം. പുള്ളി ഇലക്ഷൻ റിസൾട്ടിന് ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ, ഞാൻ ഹിന്ദുക്കളെ സേവിക്കുള്ളൂ. മറ്റൊരു ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അപ്പോൾ മോള് വിധവയാവുന്ന തോന്നുന്നു.